മലപ്പുറം പാണക്കാട്ടെ മണ്ണിടിച്ചിലിൽ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരെ പരസ്യമായി ശകാരിച്ച് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി. പാറ പൊട്ടിക്കാൻ ജിയോളജി വകുപ്പ് അനുമതി നൽകിയിരുന്നില്ലെന്ന് മന്ത്രി പറഞ്ഞു. മണ്ണെടുക്കാനുള്ള അനുമതിയുടെ മറവിലാണ് പാറ പൊട്ടിച്ചത്. പ്രദേശത്ത് പാറ പൊട്ടിക്കുന്നതിന് താൻ സാക്ഷിയാണ്. ഉടമകൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മണ്ണെടുത്ത് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് അവർക്ക് കുറേ മുമ്പേ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് അവർ ആരും അറിയാതെ എക്സ്പ്ലോസീവ് ഉപയോഗിച്ചത്. അതാണ് ഈ പ്രോബ്ലം മുഴുവൻ ഉണ്ടാക്കിയത്. ഞാൻ തന്നെ പൊട്ടിൻ്റെ ശക്തി കൊണ്ടാണ് ഞാൻ അറിയുന്നത്. ഇവരൊക്കെ സാക്ഷിയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അയൽവാസികൾ, ഈ നാട്ടുകാർ മുഴുവൻ സാക്ഷിയാണ്. എന്താണ് പൊട്ടുന്നതെന്ന് ഞാൻ ചോദിച്ച് ഉടനെ എൻ്റെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ പോയി നോക്കി അവരെ കൊണ്ട് നിർത്തിച്ചു. ഇനി പൊട്ടിച്ചാൽ കേസെടുക്കും എന്ന് എൻ്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ പോയി പറഞ്ഞു. അപ്പോൾ നിർത്തിയെന്ന് പറഞ്ഞു. പിന്നെ നിർത്താതെ പിന്നെയും പൊട്ടിച്ചു. ഒരു പ്രാവശ്യം കൂടി പൊട്ടിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ആദ്യം പൊട്ടിച്ചതിൻ്റെ ഇമ്പാക്റ്റ് ആയിരിക്കും ഇത്. ജംഷീർ കൊടിഞ്ഞി വിശദാംശങ്ങളുമായി. ജംഷീർ, മന്ത്രിയും ഉന്നതതല സംഘവും ആ സ്പോട്ട് സന്ദർശിക്കുന്നു. മണ്ണെടുക്കാൻ ജിയോളജി വകുപ്പ് അനുമതി നൽകിയിരുന്നു എന്ന കാര്യം മന്ത്രി സമ്മതിക്കുന്നുണ്ട്. അത് ഈ സർക്കാരിന്റെ കാലത്താണോ മുൻ സർക്കാരിന്റെ കാലത്താണോ എന്ന് വ്യക്തമാക്കുന്നില്ലെങ്കിൽ കൂടിയും ഇപ്പൊ എക്സ്പ്ലോസീവ് ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയിരുന്നില്ല, എന്നിട്ടും അത് ഉപയോഗിച്ചു. പലതവണ പൊട്ട് കേട്ടിട്ടും എന്തുകൊണ്ട് ഇടപെടൽ ഉണ്ടായില്ല എന്ന ചോദ്യവും തിരിച്ചുയരുന്നുണ്ട്. ഇന്ന് എന്തൊക്കെയാണ് മന്ത്രി പറഞ്ഞത്? സൈഫു, അനുമതി ഇല്ലാതെയാണ് അവിടെ പാറ പൊട്ടിച്ചത് എന്നാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് മണ്ണെടുക്കാനും നിർമ്മാണം നടത്താനും മണ്ണെടുക്കാനുള്ള അനുമതി നൽകിയിരുന്നു. അതിന്റെ മറവിൽ മറച്ചു കെട്ടിക്കൊണ്ട് ആരും അറിയാതെ പാറ പൊട്ടിക്കാനാണ് അവർ ശ്രമിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പി.കെ. കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. തീർത്തും അവിടെ നിയമവിരുദ്ധമായാണ് പാറ പൊട്ടിച്ചിരിക്കുന്നത്. നിയമവിരുദ്ധമായിട്ടുള്ള പാറ പൊട്ടിക്കലിന്റെ പരിണിത ഫലമായാണ് അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഈ പാറ പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് താൻ തന്നെ, അതായത് തന്റെ സാക്ഷിയാണ്, താൻ വീട്ടിലുള്ള സമയത്ത് തന്നെ ഇവിടെ പാറ പൊട്ടിക്കുന്ന ശബ്ദം കേട്ട് തന്റെ ഉദ്യോഗസ്ഥർ, വീട്ടിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ചെല്ലുകയും അനധികൃതമായിട്ടുള്ള ഈ നിർമ്മാണം അല്ലെങ്കിൽ പാറ പൊട്ടിക്കൽ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ആ സമയത്ത് തന്നെ ഇക്കാര്യം ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനകത്തെ തുടർ നടപടികൾ എടുത്തില്ല. ജിയോളജി വകുപ്പിന്റെ ഭാഗത്ത്, തന്റെ വകുപ്പിന് തന്നെ കീഴിലുള്ള ജിയോളജി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് മന്ത്രി തുറന്നു പറയുകയാണ്. ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരെ നിർത്തിക്കൊണ്ട് തന്നെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അതേസമയം തന്നെ തന്റെ ഈ സർക്കാർ വരുന്നതിന് മുൻപുള്ള സർക്കാരിന്റെ കാലത്താണ് എന്ന കാര്യം കൂടി മന്ത്രി, ഇതിന് അനുമതി നൽകിയതെന്ന കാര്യം കൂടി മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും പാണക്കാട് നടന്നത് നിയമവിരുദ്ധമായിട്ടുള്ള പാറ പൊട്ടിക്കലാണ്. ആ പാറ പൊട്ടിക്കലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടായത്. ഇക്കാര്യം നേരത്തെ തന്നെ അവിടെ അനധികൃതമായി പാറ പൊട്ടിക്കുന്നുണ്ട് എന്ന വിവരം നേരത്തെ തന്നെ ജിയോളജി വകുപ്പിനെ അറിയിച്ചിട്ടും ഉദ്യോഗസ്ഥർ അത് ഗൗരവത്തിലെടുക്കുകയോ പരിശോധന നടത്തുകയോ നിർത്തിവെപ്പിക്കുകയോ ചെയ്തില്ല. ആ രീതിയിൽ ജിയോളജി വകുപ്പ്, തന്റെ വകുപ്പ് കൂടിയായിട്ടുള്ള ജിയോളജി ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നത് മന്ത്രി തുറന്ന് സമ്മതിക്കുകയാണ്. ഇതിൽ പ്രധാനമായും ഉയരുന്ന മറ്റൊരു ആക്ഷേപം എന്ന് പറയുന്നത് ഈ ജിയോളജി വകുപ്പിന് തെറ്റുപറ്റിയെന്നത് മന്ത്രി തന്നെ സമ്മതിക്കുമ്പോൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ജിയോളജി വകുപ്പിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ നാട്ടുകാർ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ജില്ലയിൽ റെഡ് അലർട്ടുള്ള സമയങ്ങളിലടക്കം പാറ പൊട്ടിക്കുകയും അനധികൃതമായി വ്യാപകമായി ക്വാറികൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നും ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ജിയോളജി വകുപ്പ് അറിഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ജിയോളജി വകുപ്പിനോട് പരാതി നൽകിയിട്ട് കൃത്യമായി ഇടപെടൽ നടത്താതെയും ഒക്കെയാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോയത് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഇപ്പോൾ മന്ത്രിയുടെ തുറന്നു പറച്ചിൽ എന്നുള്ളതാണ്. ഈ പാണക്കാട്ടെ സംഭവത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വലിയ മണ്ണിടിച്ചിലുണ്ടായി, അത് വലിയ വാർത്തയായി. പിന്നീട് അത് ഇത്തരത്തിൽ വലിയ ചർച്ചയൊക്കെ അതിന്റെ പശ്ചാത്തലമുണ്ട്. എന്നാൽ ഇങ്ങനെ ചർച്ചയാവാത്ത നിരവധി ക്വാറികളുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മലപ്പുറം ജില്ലയിലുണ്ട്. അതിലെല്ലാം തന്നെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചെന്ന ആരോപണങ്ങൾ ഈ ജിയോളജി വകുപ്പിന്റെ വാൾമുന അവരുടെ നേരെ ചൂണ്ടുവിരലായി നിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ മന്ത്രി ഗുരുതരമായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് പിഴവ് സംഭവിച്ചു എന്നുള്ള കാര്യം തുറന്നു പറയുന്നത്. ഏതായാലും ഇതിനകത്ത് ഇപ്പോൾ ജിയോളജി വകുപ്പിന് കാരണം കാണിക്കൽ നോട്ടീസ്, ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ ഇനി ആ ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയില്ല. സംസ്ഥാനത്ത് ഉടനീളം ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തുടനീളം
ഈ അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്ന കാര്യം കൂടി ഇപ്പോൾ മന്ത്രി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് കൂടി ഗതാഗതം ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. ആ ഗതാഗതം തുറന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇനി ഉദ്യോഗസ്ഥരുടെ ഒക്കെ യോഗം ചേർന്നിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇവിടെ ഇനി ഗതാഗതം തുറന്നു കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാവുക. ഈ പ്രദേശങ്ങളിൽ ഇനി യാതൊരു കാരണവശാലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകില്ലെന്നും അതോടൊപ്പം തന്നെ ഇത് പ്രകൃതി ലോല പ്രദേശമാണോ എന്ന കാര്യത്തിൽ പഠനം നടത്തുമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും അതോടൊപ്പം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥ സംഘവും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് അവിടെ സന്ദർശനം നടത്തുന്നതിനിടെ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരെ ശകാരിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ശകാരിക്കേണ്ട സമയം വൈകി എന്നുള്ളത് കൂടിയാണ്. മന്ത്രി തന്നെ പറയുന്നുണ്ട്, അവിടെ എക്സ്പ്ലോസീവ് ഉപയോഗിക്കുന്നതിന്റെ ശബ്ദം പലവട്ടം ഞാൻ തന്നെ കേട്ടു എന്ന് മന്ത്രി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെയെങ്കിലും അവിടെ എക്സ്പ്ലോസീവ് ഉപയോഗിക്കാനുള്ള അനുമതി ആര് നൽകി എന്ന കാര്യം ചിന്തിക്കണമായിരുന്നു മന്ത്രി. അത് ചിന്തിക്കുന്ന കാര്യത്തിൽ വൈകിപ്പോയത് കൊണ്ടാണ് അവിടെ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്ന് പറയാതെ വയ്യ. ജംഷീർ കൊടിഞ്ഞാണ് വിശദാംശങ്ങൾ നൽകിയത്.